ഈശോ മെശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. കുടുംബാംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, സുഖമാണോ? എല്ലാവരും പ്രത്യേകം ഓർക്കുന്നു കേട്ടോ. വൈദികരെയും ഡിക്കനച്ചന്മാരെയും സിസ്റ്റർമാരെയും ഫോർമേഷനിലുള്ളവരെയും കുഞ്ഞുങ്ങളെ എല്ലാവരും ഓർക്കുന്നു കേട്ടോ. പഴയ പുതിയ കുടുംബാംഗങ്ങളെയൊക്കെ ഓർക്കുന്നു. അഭിഷേകത്തിനൊക്കെ കൂടണം കേട്ടോ. ഇന്നത്തെ അഭിഷേകത്തിനൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. എല്ലാം കൂടി നന്നായിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. ക്രിസ്മസിന് ഏറ്റവും അടുത്ത ഒരുക്കങ്ങൾ വേഗം ഈ ദിവസങ്ങൾക്ക് പോയി കുംസാരിക്കണം. പിന്നെ കുഞ്ഞുങ്ങളെ പുൽക്കൂട് റെഡിയാക്കണം. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പ്രത്യേകിച്ച് ഒരു നന്മ പറഞ്ഞവരെയും ചൊല്ലി നിങ്ങളുടെ എല്ലാ നിയമങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. ഈ നാളുകളിൽ എനിക്ക് പിന്നെ കുറച്ച് ഇതിലൊക്കെ ആയതുകൊണ്ട് മെയിലുകളും മെസ്സേജുകളും എല്ലാം ഒന്ന് ഫുള്ള് നോക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും എന്തൊക്കെ പ്രാർത്ഥന നിയമം ചോദിച്ചാൽ അവർക്കെല്ലാം വേണ്ടി പ്രത്യേകം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാം. ഒരു നന്മ പറഞ്ഞ് ചൊല്ലി അവരുടെ നിയമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവും. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവും. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വിഷയത്തിന്റെ തലക്കെട്ട് ഏശയ്യാ പ്രവചനം 28-ാമത്തെ അധ്യായത്തിന്റെ 10-ാം തിരുവചനത്തെ അടിസ്ഥാനപ്പെടുത്തിയ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ്? ചട്ടത്തിന്മേൽ ചട്ടം. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷെ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഡയലോഗ് പോലെയൊക്കെ തോന്നാൻ സാധ്യതയുണ്ട്. എൻ്റെ സഹോദരൻ, ബൈബിളിലുള്ള ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 28:10 28 മനോഹരമായൊരു വചനമാണ്. അത് ഏത്? കർത്താവിന്റെ നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം. ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. കർത്താവിന്റെ വചനത്തെക്കുറിച്ച് പറയുകയാണ്. കർത്താവിന്റെ വചനം നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം. ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. നിങ്ങൾ ഈ വചനം ബൈബിൾ വായിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലേ? വേഗം വന്ന് തപ്പി കണ്ടുപിടിക്കുക കേട്ടോ. ഈ അപ്പസ്തോല പ്രവർത്തനം ഇങ്ങനെ 17 എവിടെ കൊണ്ടൊരു വചനമുണ്ട്. ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന സമയത്ത് അവിടുത്തെ ആൾക്കാർ വീട്ടിൽ ചെന്നതിന് ശേഷം ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഇതെല്ലാം പറഞ്ഞ വളരെ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുമായിരുന്നു എന്ന് പറയുന്നത് പോലെ നോക്കിയോ. ചിലപ്പോൾ ഇതൊക്കെ ബൈബിളിലെ വചനമാണ്. ഇങ്ങനെ വചനങ്ങളുണ്ട് എൻ്റെ സഹോദരങ്ങളെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ നിയമം എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ദൈവത്തിന്റെ വചനം അണുവിട വ്യതിചലിക്കാതെ നമ്മൾ പാലിക്കാം. നിയമമാണ് അല്ലേ? ഇപ്പൊ രാജ്യത്തിന്റെ നിയമങ്ങൾ അത് വ്യതിചലിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടാതെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ക്യാമറയിൽ പിടിക്കും. അതിനകത്ത് വ്യത്യാസമൊന്നുമില്ല, വീട്ടിൽ ഫൈൻ വരും അല്ലേ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് നിയമത്തിന്മേൽ നിയമമാണ്, നിയമത്തിന്മേൽ ഇതാർക്കും വ്യത്യാസമൊന്നുമില്ല. ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. ചട്ടം അല്ലേ? ചട്ടം, നിയമം. ചട്ടത്തിന്മേൽ ചട്ടമാണ്, ചട്ടത്തിന്മേൽ ചട്ടം. അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരി, മരണക്കിണറിലൊക്കെ ബൈക്ക് ഓടിക്കുന്നവർ കണ്ടിട്ടില്ലേ? വരവണ്ണം തെറ്റാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നവർ എന്ന് പറയുന്നത് പോലെയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വലം തിരിയാതെ കർത്താവിനെ നിയമം അത്രയും കീപ്പ് ചെയ്ത് പോകണം എന്നുള്ള അർത്ഥത്തിലാണ് ദൈവവചനത്തെക്കുറിച്ച് ഏശയ്യ പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് എത്ര ലൂസാകുന്ന നോക്കി. നമുക്കൊരു വചനം ലംഘിക്കുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചിലവ് ലംഘിക്കുന്ന പോലെ നമ്മൾ അറിയുന്നില്ലാത്ത സ്ഥിതിയിലേക്ക് മാറ്റപ്പെടുക അല്ലേ? അപ്പം അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, ക്രിസ്മസിൽ ചിന്തിച്ചു നോക്കിയേ, വചനം മാംസമായി അവതരിച്ചതാണ് ഈശോ. അപ്പം അതുകൊണ്ട് എവിടെയൊക്കെ ഒരാൾ വചനം കീപ്പ് ചെയ്യുന്നുണ്ടോ അവിടെ എല്ലാം ഈശോ അവതരിക്കുന്നുണ്ട്. ഈശോയോട് ജനിക്കുന്നുണ്ട്. ഈശോയുടെ ജനനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? വചനം മാംസമായി തീരുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്ത് എങ്ങനെ വേണം? നമുക്ക് എപ്പോഴും ഈശോയ്ക്ക് ജന്മം കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറണം അല്ലേ? വചനം മാംസമായി അവതരിച്ചതുപോലെ അല്ലേ ഇങ്ങനെ ആയിത്തീരട്ടെ എല്ലാ സാഹചര്യങ്ങളിലും. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ കേട്ടോ. കൂടെയുണ്ട്, പ്രാർത്ഥനയുണ്ട്, സ്നേഹമുണ്ട് കേട്ടോ. ഹാപ്പി ക്രിസ്മസ് ഒന്നും ഇപ്പോൾ പറയുന്നില്ല, നമുക്കിനി ദിവസങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെ കൈതി ഹല്ലേലൂയ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്നായിട്ട് സ്തുതിക്കാം. ഈശോയെ ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവിനെ കുടുംബങ്ങളെ, വ്യക്തികളെല്ലാം ഇപ്പോൾ ആശീർവദിക്കുക. എല്ലാ പൈശാചികത്തിന്മോൾ അന്ധകാരത്തിന്റെ ഉപദ്രവങ്ങളും എല്ലാ ശല്യങ്ങളെ, ബാധകളെയും ഭൂതങ്ങളെ തടസ്സവരുടെ കുടുംബങ്ങളെ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിത്യനിലേക്ക് ആട്ടിപ്പായിക്കണം. കർത്താവിൻ്റെ വലിയ കൃപ, കർത്താവിൻ്റെ വലിയ അഭിഷേകം നിങ്ങൾ ഓരോരുത്തരെയും താങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് പ്രത്യേകം ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഇവർ ചോദിച്ചിരിക്കുന്ന എല്ലാ മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങളുടെ മേലും ഇവരെല്ലാ നിയോഗങ്ങളും എല്ലാം അനുഗ്രഹിക്കുകയാണ് കർത്താവ്. ജീവിതത്തിൽ വലിയ നിർണായകമായ ചില പരീക്ഷകൾ കർത്താവ്, അതുപോലെ തന്നെ ഒത്തിരി ക്രൈസിസിലൂടെ പോകുന്ന കുടുംബങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെ മനസ്സിൽ കണ്ടുകൊണ്ട് അവരെല്ലാം ആശീർവദിക്കുക. ഈശോ തന്നെ പരിഹാരമായി മാറട്ടെ. സാത്താന്യ പീഡകൾ ബന്ധിക്കുന്നു വിട്ടൊഴിഞ്ഞോട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിന്റെ സഹവാസം നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായി ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.